Meet the editors. ഹലോ, ഗുഡ് ഈവനിംഗ്. വെൽക്കം ടു മീറ്റ് ദ എഡിറ്റേഴ്സ്. പ്രതിദിന വാർത്താ വിഷയങ്ങളുടെ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിലെ 11 കുറ്റവാളികൾക്കും ഗുജറാത്ത് സർക്കാരിനും തിരിച്ചടി. കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയ ഗുജറാത്ത് സർക്കാരിന്റെ നടപടി സുപ്രീം കോടതി റദ്ദാക്കി. കുറ്റവാളികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ലെന്നും കോടതിയെ വഞ്ചിച്ചാണ് ഗുജറാത്ത് സർക്കാരിനെ സമീപിക്കാനുള്ള 2022 വിധി നേടിയതെന്നും കോടതി വിമർശിച്ചു. 2 ആഴ്ചയ്ക്കകം 11 പേരും കീഴടങ്ങണമെന്നും ജസ്റ്റിസുമാരായ BV നാഗരത്ന, ഉജ്ജൽ ഭുയൻ എന്നിവർ വിധിച്ചു. റിപ്പോർട്ട്. ഗുജറാത്ത് കലാപക്കേസിലെ 11 കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയ ഉത്തരവ് റദ്ദാക്കിയ സുപ്രീം കോടതി വിധിയിലെ നിരീക്ഷണങ്ങൾ ഇങ്ങനെ. സാമൂഹികമായി പിന്നോക്കമാണെങ്കിലും ഏത് വിശ്വാസം പിന്തുടരുന്നുവെങ്കിലും സ്ത്രീ ബഹുമാനം അർഹിക്കുന്നു. പ്രതികാരത്തിനല്ല, നവീകരണത്തിന് വേണ്ടിയാണ് ശിക്ഷ. 11 കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ല. മഹാരാഷ്ട്ര സർക്കാരാണ് കുറ്റവാളികളുടെ ശിക്ഷാ ഇളവിൽ തീരുമാനമെടുക്കേണ്ടത്. അധികാര ദുർവിനിയോഗം നടത്തിയാണ് ഗുജറാത്ത് സർക്കാർ 11 കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയത്. മഹാരാഷ്ട്ര സർക്കാരിന്റെ അധികാരത്തിൽ ഗുജറാത്ത് സർക്കാർ കടന്നുകയറി. ശിക്ഷാ ഇളവ് തേടി ഗുജറാത്ത് സർക്കാരിനെ സമീപിക്കാമെന്ന 2022 മെയ് 13 സുപ്രീം കോടതി വിധി നിലനിൽക്കുന്നതല്ല. 2015 ശ്രീഹരൻ കേസിലെ 9 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്ക് വിരുദ്ധമാണ് 2022 സുപ്രീം കോടതി വിധി. സുപ്രീം കോടതിക്ക് മുന്നിൽ കുറ്റവാളികൾ വസ്തുതകൾ വെളിപ്പെടുത്തിയില്ല. കുറ്റവാളികൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. ശുദ്ധമായ കൈകളോടെയല്ല കുറ്റവാളികൾ ശിക്ഷാ ഇളവ് തേടിയത്. വഞ്ചനാപരമായ മനസ്സോടെ കുറ്റവാളികൾ കോടതിയിൽ ഹർജി നൽകി. പ്രതികൾ എത്ര ഉന്നതരായാലും നിയമത്തിന് അതീതരല്ല. നീതി എന്നത് വെറും അക്ഷരങ്ങളല്ല, അർത്ഥമുള്ള വാക്കാണത്. അതെന്താണെന്ന് നീതിന്യായ വ്യവസ്ഥയ്ക്ക് അറിയാം. കുറ്റവാളികളോടുള്ള സഹതാപത്തിനും അനുകമ്പയ്ക്കും നിയമവാഴ്ചയിൽ സ്ഥാനമില്ല. ജനാധിപത്യത്തിൽ നിയമവാഴ്ച സംരക്ഷിക്കപ്പെടണം. കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയ എല്ലാ ഉത്തരവിനും ഒരേ രൂപമാണ്. 11 കുറ്റവാളികളും 2 ആഴ്ചയ്ക്കകം ജയിലിലെത്തി കീഴടങ്ങണമെന്നും സുപ്രീം കോടതിയുടെ നിർദ്ദേശം. It's a very good judgment which has upheld the rule of law and the faith of the people of this country, particularly the women of this country, in rule of law, in the legal system, in the courts, and that there is an assurance of justice. ബിൽക്കിസ് ബാനുവിന്റെ ഹർജിക്കൊപ്പം എല്ലാ പൊതുതാൽപര്യ ഹർജികളും നിലനിൽക്കും എന്നുമാണ് ജസ്റ്റിസുമാരായ BV നാഗരത്ന, ഉജ്ജൽ ഭുയൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ. ചോദ്യം ഇതാണ്: ഒടുവിൽ നീതിയോ? സ്മൃതി, രാജ്യത്തെ സ്ത്രീകൾക്ക് മുഴുവൻ പ്രതീക്ഷ നൽകുന്ന വിധിയാണ്. ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന ഒരുപക്ഷെ മുഖം മറയ്ക്കാത്തതിനൊരു റേപ്പ് വിക്ടിം ഇക്കഴിഞ്ഞ നാളുകളിൽ നടത്തിയ പോരാട്ടത്തിന് കിട്ടിയ പ്രതീക്ഷയുടെ വെളിച്ചമാണ്, അല്ലേ? ഉറപ്പായിട്ടും അതെ. ഇത് ഇപ്പോൾ എത്ര വർഷമായി? 20 വർഷമായി. 2002 നടന്ന സംഭവമാണ്. അന്ന് അവർക്ക് 19 വയസ്സാണ് പ്രായം. ഈ 19 വയസ്സിൽ, ആ പ്രായത്തിൽ അവർ 5 മാസം ഗർഭിണിയായിരുന്നു. ഗർഭസ്ഥ ശിശു കൊല്ലപ്പെട്ടു. 3 വയസ്സുള്ള കുഞ്ഞിനെ അവരുടെ കൺമുൻവെച്ചിൽ കൊന്നു. ബന്ധുക്കളെ കൊന്നു. ആകെ 14 പേരാണ് കൺമുൻവെച്ചിൽ കൊല്ലപ്പെട്ടത്. അപ്പോൾ ഈ പ്രതികളെയൊക്കെ ഇവർക്കറിയാം. ഈ പോരാട്ടം ഇവർ ഇത്ര വർഷമായി നടത്തുന്നു. സുപ്രീം കോടതിയിൽ ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ നിങ്ങളുടെ മാത്രം പരാതി കേൾക്കാനല്ല ഇരിക്കുന്നതെന്ന് വരെ സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞു. ഒരു ഘട്ടത്തിൽ അവർ ഉറങ്ങാത്ത രാത്രികളായിരുന്നുണ്ടാവും. ഇത്രയും കാലം മുന്നോട്ട് പോയി. അവർക്കിപ്പോഴും ആളുകൾക്കിടയിലേക്ക് ഇറങ്ങാൻ ആരോ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന ഭയമുണ്ട്. അറിയില്ല. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അവർക്ക് പിന്തുണയുമായി കുറേയെങ്കിലും വനിതാ രാഷ്ട്രീയ പ്രവർത്തകർ അന്നു മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ട്. ആ പേരുകൾ നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. സുഭാഷിണി അലി, മഹുവ മൈത്ര പോലുള്ള നേതാക്കൾ. അപ്പോൾ അതൊരു വലിയ സംഭവം തന്നെയാണ്. ഈ കോടതിയിൽ നിന്ന് സുപ്രധാനമായ പല വിധികളും സുപ്രീം കോടതിയിൽ നമുക്കറിയാം. പല പ്രതീക്ഷയോടെയും വന്നിരിക്കുന്ന പല കേസുകളിലും എങ്ങനെയൊക്കെയാണ് വിധി വന്നിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് വന്ന വിധികൾ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിനിടയിലാണ് അല്പം പ്രതീക്ഷ നൽകുന്ന ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. അതും ന്യൂനപക്ഷ വിഭാഗത്തിലെ ഒരു സ്ത്രീ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലുണ്ടായിരിക്കുന്ന വിധി എന്നുള്ളത്. ജസ്റ്റിസ് നാഗരത്നയുടെ സമീപനം, ജസ്റ്റിസ് നാഗരത്ന ആരാണ് എന്നുള്ളത് എടുത്തു പറയുന്ന ഒരു കാര്യം കൂടിയാണ്. ആ ജഡ്ജി പല ഘട്ടങ്ങളിലും എടുത്തിരിക്കുന്ന സുപ്രധാനമായ ഒറ്റയാൾ പോരാട്ടങ്ങൾ, അല്ലെങ്കിൽ ഒറ്റ തീരുമാനം, മറ്റ് ജഡ്ജിമാരിൽ നിന്ന് വ്യത്യസ്തമായ തീരുമാനം എടുത്തുകൊണ്ട് വ്യത്യസ്തത പുലർത്തിയിട്ടുള്ള ജഡ്ജിയാണ്. നേരത്തെയും നോട്ട് നിരോധന കേസിൽ ഭിന്നവിധി ജഡ്ജിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പാർലമെന്റിനെ ഇരുട്ടിൽ നിർത്താൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞത് അവരുടെ ഏക ശബ്ദമായിരുന്നു.
അതുപോലെ വിദ്വേഷ പ്രസംഗ കേസിൽ ബഹുസ്വരതയെക്കുറിച്ച് പ്രത്യേക പരാമർശം നടത്തിയിട്ടുണ്ട്. 2027 ഇവരായിരിക്കാം ഒരുപക്ഷെ സുപ്രീം കോടതിയുടെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് എന്നുള്ളത് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഈ വിധിയൊക്കെ വന്നതിന് ശേഷം എന്താകുമെന്ന് അറിയണം. എങ്ങനെ അല്ല, വിധിയൊക്കെ അതെ പറയാൻ പറ്റില്ല. ഈ കാര്യങ്ങളൊക്കെ മാറി മറിയുകയാണല്ലോ. എല്ലാത്തിലും ഭരണകൂടത്തിന്റെ കൈകൾ ചെന്നെത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. ഇതിനിടയ്ക്കാണ് സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ നാരീ ശക്തി എന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു പറയുന്നു. മോദിയുടെ ഗ്യാരണ്ടി എന്ന് മോദി തന്നെ 18 തവണ ഇവിടെ വന്ന് പറയുന്നു. അപ്പോൾ ഈ ഗ്യാരണ്ടി പറയുകയും ഇവിടെ മഹിളാ സംഗമം നടത്തുകയും വനിതാ സംവരണം നടപ്പാക്കി എന്ന അവകാശവാദം ഉന്നയിക്കുകയൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് എന്താണ് ഈ ന്യൂനപക്ഷ സമുദായത്തിലെ സ്ത്രീകൾക്ക് ഞങ്ങളാണ് ഏറ്റവും വലിയ നീതി നടപ്പാക്കിയിട്ടുള്ളത്. മുത്തലാഖ് വിഷയത്തിൽ എപ്പോഴും ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. അതിൽ തന്നെ ക്രിമിനൽ കേസാണ് എടുക്കുന്നത്. അത് മറ്റ് സമുദായങ്ങളിലോ അല്ലെങ്കിൽ മറ്റു ജാതികളിലുള്ള പുരുഷന്മാർക്ക് ബാധകമല്ല. അപ്പോൾ ആ രൂപത്തിൽ നടപ്പാക്കുന്നത് നീതിയാണ് എന്ന അവകാശവാദത്തിനിടയിൽ ഇന്ന് നോക്കുക, ഒറ്റ BJP നേതാവ് വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഒറ്റ BJP നേതാവ് ചർച്ചകളിൽ പങ്കെടുത്തിട്ടില്ല. കേരളത്തിലെ കാര്യം മാത്രമല്ല, പുറത്തും ദേശീയ തലത്തിലും നേതാക്കളുടെ പ്രതികരണമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ വലിയൊരു ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഏതൊരു തരത്തിൽ രാഷ്ട്രീയക്കാർ ഇടപെട്ടിരിക്കുന്നു, BJP ഇടപെട്ടിരിക്കുന്നു, കേന്ദ്ര സർക്കാർ ഇടപെട്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ആ കാലത്ത് ഗുജറാത്ത് ഹൈക്കോടതി എടുത്ത തീരുമാനമായാലും ഗുജറാത്ത് സർക്കാർ എടുത്ത തീരുമാനമായാലും അതിൽ കേന്ദ്ര സർക്കാരിന് കൂടെ പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന പല കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ കേന്ദ്രത്തിനേറ്റ തിരിച്ചടിയാണ്, ഗുജറാത്ത് സർക്കാരിനേറ്റ തിരിച്ചടിയാണ്, BJPക്കേറ്റ തിരിച്ചടിയാണ് ആത്യന്തികമായി. നോക്കൂ അരുൺ, ഇപ്പോൾ 2022 ഈ പറയുന്ന ബിൽക്കിസ് ബാനോ കേസിലെ 11 പ്രതികളുടെ ശിക്ഷാ കാലയളവ് ഇളവ് ചെയ്തുകൊണ്ട് ഗുജറാത്ത് ഗവൺമെൻറ് ഇവരെ പുറത്തേക്ക് വിടുന്നത്. സ്വാതന്ത്ര്യദിനത്തിന് 2022 ഓഗസ്റ്റ് 15 ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2022 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ഇന്ത്യയോട് ആഹ്വാനം ചെയ്തത്, ഇന്ത്യയിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തത്, ഇന്ന് നാം ഒരു സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യയിലെ സ്ത്രീകൾക്ക് അപമാനകരമായ അവരുടെ എന്താ പറയുക, അവരുടെ ആ പ്രൈഡിനെ അഫക്റ്റ് ചെയ്യുന്ന യാതൊന്നും നമ്മൾ ചെയ്യില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്ത ദിവസമാണ് ബിൽക്കിസ് ബാനോ കേസിൽ, കൂട്ടബലാത്സംഗത്തിനിരയായ ബിൽക്കിസ് ബാനോ കേസിലെ 11 പ്രതികളെ ഗുജറാത്ത് സർക്കാർ ശിക്ഷാ കാലാവധിയിൽ ഇളവ് നൽകി പുറത്തേക്ക് വിട്ടത് എന്നൊരു ഐറണി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഈ കേസിലെ സ്റ്റേറ്റ്മെൻറ്റിൽ ഏറ്റവും പ്രധാനമായി കാണുന്നു, സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ പ്രധാനമായി കാണുന്നത് കോടതിയെ വഞ്ചിച്ചു, കോടതിയെ കബളിപ്പിച്ചു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. ഇവിടെ ആരാണ് കോടതിയെ കബളിപ്പിച്ചത്? നോക്കൂ, ഏതെങ്കിലും കുറ്റവാളി കോടതിയിൽ പോയി യഥാർത്ഥ വസ്തുതകൾ അണിനിരത്തി ഒരു കാര്യം പറയുമെന്ന് നമ്മളാരും വിചാരിക്കുന്നില്ല. ഇവിടെ ഭാഗികമായി ഗുജറാത്ത് സർക്കാർ ഒരുപാട് തെറ്റുകൾ ഇക്കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. ഇതൊരു ചെറിയ പ്രസ്താവനയല്ല. മറ്റൊരു സംസ്ഥാനത്താണ്, ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റിനെ കുറിച്ചാണ് ഇങ്ങനെ ഒരു പരാമർശം സുപ്രീം കോടതിയിൽ വരുന്നതെന്ന് വിചാരിക്കുക. എന്തായിരിക്കും ഇവിടുത്തെ ബഹളമെന്ന് പറയുന്നത്? ഇതിനകത്ത് കുറ്റവാളികളെ മാത്രമല്ല കോടതി പരാമർശിച്ചിരിക്കുന്നത്, പരോക്ഷമായി ഗുജറാത്ത് സർക്കാരിനെതിരായിട്ടും വിമർശനമുണ്ട്. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. ഇപ്പോൾ 1992 റെമിഷൻ പോളിസി പ്രകാരമാണ് ഈ പറയുന്ന ശിക്ഷാ കാലാവധി ഇളവ് നൽകിയിരിക്കുന്നത് എന്ന് പറയുന്നു. അങ്ങനെയാണ് 2022 കോടതി വിധി. 1992 റെമിഷൻ പോളിസി, ഗുജറാത്ത് സ്റ്റേറ്റിൻ്റെ റെമിഷൻ പോളിസിയെ വെച്ചുകൊണ്ടാണ് ശിക്ഷാ കാലയളവിൽ ഇളവ് കൊടുക്കാൻ സുപ്രീം കോടതി അനുവദിക്കുന്നത്. എന്നാൽ 2014 ഒരു പുതിയ റെമിഷൻ പോളിസി ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഈ സുപ്രീം കോടതി പറയുന്നത് സപ്രസിങ് മെറ്റീരിയൽ ഫാക്ട്സ് എന്ന് പറയുന്നത്. യഥാർത്ഥ വസ്തുതകൾ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിയിട്ടില്ല എന്ന് കോടതി പറയുന്നതിൻ്റെ ഒരു കാരണം 2014 വേറൊരു റെമിഷൻ പോളിസി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സുപ്രീം കോടതിയുടെ ഡയറക്റ്റീവിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് ആ റെമിഷൻ പോളിസി പറയുന്നത്? റെമിഷൻ പോളിസി എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നതിലേക്കായി ഓരോ ശിക്ഷാ കാലാവധി ഇളവ് ചെയ്യേണ്ടത് എപ്രകാരമാണ് എന്നതിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ നയം. അപ്പോൾ ഈ റെമിഷൻ പോളിസി 2014 വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ബലാത്സംഗം, കൊലപാതകം, ഹീനിയസ് ക്രൈംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ രണ്ടിലും യാതൊരു ഇളവും നൽകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 2002 നടന്നിട്ടുള്ള ഈ ഗാങ് റേപ്പിനോ കൊലപാതകത്തിനോ ബാധകമാകില്ല എന്നും അതിന് ബാധകമാകുക 1992 പോളിസിയാണ് എന്നുമാണ് ഇന്ന് SV രാജു വാദിച്ചിരിക്കുന്നത്. എത്ര അപകടകരമാണെന്ന് ആലോചിക്കുക. പുതിയൊരു നിയമം പാസ്സാക്കുന്നു, അതും സുപ്രീം കോടതിയുടെ ഡയറക്റ്റീവിനനുസരിച്ച് പാസ്സാക്കുന്നു. അതിന് മുൻകാല പ്രാബല്യമില്ല എന്ന് പറയുന്നു. പഴയൊരു നിയമമാണ് നിലനിൽക്കുക എന്ന് പറയുന്നു. അങ്ങനൊരു സ്ഥിതി ഇല്ല രാജ്യത്തെവിടെയും. പുതിയൊരു നിയമം വന്നാൽ അത് റീപ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നു, പഴയ നിയമത്തെ റീപ്ലേസ് ചെയ്തിരിക്കുന്നു. പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഇവിടെ അങ്ങനെ ഒരു വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ റെമിഷൻ പോളിസി നടപ്പാക്കണമെങ്കിൽ നിർബന്ധമായും ഈ കോടതി വിധിയുടെ ജഡ്ജിൻ്റെ പെർമിഷൻ എടുക്കണം. ഇത് ബോംബെ ഹൈക്കോടതിയാണ്
ഈ പറയുന്ന 11 പേരെയും ജീവപര്യന്തത്തിന് ശിക്ഷിച്ചത്. ബോംബെ ഹൈക്കോടതി ജഡ്ജിയുടെ ഒപ്പീനിയൻ എന്തായിരുന്നു ഈ കാര്യത്തിനകത്ത്? നെഗറ്റീവായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു എന്നറിയാവോ? ഗോദ്രയിലെ ജഡ്ജിയുടെ ഒരു പെർമിഷൻ എടുത്തു. കാരണം ഇത് നടന്നത് ഗോദ്രയിലാണെന്ന് പറഞ്ഞു. അപ്പം ഈ സംഭവം നടന്ന സ്ഥലത്തെ ജഡ്ജിയാണിത് പറയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര പണിയെടുത്തിരിക്കുന്നു ഇവരെ, ഈ 11 പേരെ പുറത്തു വിടാനായിട്ട് എത്ര പണിയെടുത്തിരിക്കുന്നു എന്നാണ് ഞാൻ ഈ സൂചിപ്പിച്ച് വരുന്നത്. അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതി ഇപ്പോൾ ഇത് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഗോദ്രയിലെ ജഡ്ജിയെ കൊണ്ടൊരു ഒപ്പീനിയൻ എഴുതി വാങ്ങിപ്പിക്കുന്നു. CBI ഒബ്ജക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇതിനെ. CBI ആണല്ലോ ഈ കേസ് അന്വേഷിച്ചത്. CBIയുടെ ഒബ്ജക്ഷൻ മറച്ചു വെച്ചു. മഹാരാഷ്ട്ര കോടതിയുടെ ബോംബെ ഹൈക്കോടതിയുടെ ജഡ്ജിയുടെ ഇത് മറച്ചു വെച്ചു. 2014 റെമിഷൻ പോളിസി മറച്ചു വെച്ചു. ഇത്രയും പണിയെടുത്തിട്ട് ഒരു കമ്മിറ്റിയെ ഉണ്ടാക്കി ഏകകണ്ഠേന ഒരു തീരുമാനം എടുപ്പിച്ച് ഈ 11 പേരെയും പുറത്തേക്ക് വിടുകയാണ് ചെയ്തത്. നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പുറത്തേക്ക് ഇറങ്ങിയവരെ എങ്ങനെയാണ് സ്വീകരിച്ചതെന്നുള്ളത്. സ്ത്രീകളെ കൊണ്ട് കുങ്കുമം തൊടിയിച്ച് മധുര പലഹാരം വിതരണം ചെയ്തൊക്കെയാണ്. അത് പോട്ടെ, എന്തോ മാലയിട്ട് സ്വീകരിക്കുന്നു. അപ്പോൾ ഈ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറയുന്നത് പോലെയായിരുന്നു. ഇവരോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. കാരണം ഇവരൊക്കെ ചെയ്ത ഈ ആക്ടിവിറ്റീസിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ പറയുന്ന അധികാരം പിടിച്ചെടുക്കുകയും നിലനിർത്തുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അതിനുവേണ്ടി നടത്തിയിട്ടുള്ള ഫ്രോഡ് എന്നൊരു വാക്കുണ്ട് കേട്ടോ, അതാണ് പ്ലേയിങ് ഫ്രോഡ് ഓൺ കോർട്ട് എന്നാണ്. വളരെ കൃത്യമാണ് ആ ജഡ്ജ്മെൻറ്റ്. എന്ന് മാത്രവുമല്ല, ഈ പോളിസി പ്രകാരം ഇതിനേക്കാൾ കുറഞ്ഞ ചെയ്ത ആളുകളുണ്ടല്ലോ, അവരെയൊക്കെ പുറത്തു വിട്ടു എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. BV നായകനെ ചോദിച്ചിട്ടുണ്ട്. ഇത് പറയുന്നത് കൊലപാതകം, ഗാങ് റേപ്പ്, കൂട്ടബലാത്സംഗം, പിഞ്ച് കുഞ്ഞിനെ അടക്കമുള്ള കൊലപാതകം, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഈ 11 പേരെ പുറത്താക്കുമ്പോൾ ഇതിനേക്കാൾ കുറച്ച് ക്രൈമൊക്കെ ചെയ്തിട്ടുള്ള ആളിലേക്ക് നിങ്ങൾ പുറത്താക്കിയിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ SV രാജുവിൻ്റെ ഒരു മറുപടിയുണ്ട്. ഈ പറയുന്ന റിഫർമേഷന് ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് കൊടുക്കണം, ആളുകൾക്ക് മാറാൻ കഴിയുമെങ്കിൽ അതിനൊരു അവസരം കൊടുക്കണം എന്ന് പറയുമ്പോൾ അതിനെയും കോടതി കളിയാക്കുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എല്ലാവരെയും അങ്ങനെ ഒരു റിഫോർമേഷൻ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മളങ്ങനെ അവസരം കൊടുക്കേണ്ടതല്ലേ? കുറച്ചു പേർക്ക് മാത്രം കൊടുത്താൽ മതിയോ? വളരെ ഷാർപ്പായ ഒരു ജഡ്ജ്മെൻ്റാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇത് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ഗുജറാത്ത് സർക്കാരിനെയാണ്. ഗുജറാത്ത് സർക്കാർ ഈ കാര്യത്തിൽ കളിച്ച എല്ലാ കളികളും അക്കമിട്ട് കോടതി വ്യക്തമാക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഗുജറാത്ത് സർക്കാരിൻ്റെ ക്രെഡിബിലിറ്റിയാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് എൻ്റെ നിലപാടേ. ഒരു രാജ്യത്തെ പരമോന്നത നീതിപീഠത്തെ കബളിപ്പിച്ചു എന്ന് ആ നീതിപീഠം തന്നെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ സർക്കാരിന് തുടരാൻ അവകാശമില്ല. കാരണം അത്രത്തോളം എന്താ പറയുക, കാര്യങ്ങൾ ദുരൂഹമാക്കി വളരെ കുതന്ത്രപരമായിട്ടാണ് ഈ കാര്യത്തിൽ ഗുജറാത്ത് സർക്കാർ ആക്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ഇന്ന് പൊളിഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ സർക്കാരിൻ്റെ ഗുജറാത്ത് സർക്കാരിൻ്റെ യഥാർത്ഥ താല്പര്യത്തെയും യഥാർത്ഥ മുഖത്തെയും പുറത്തു കൊണ്ടുവരുന്ന ഒരു ശരിയായ വിധിയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ബിൽക്കിസ് ബാനു കേസിൽ ബിൽക്കിസ് ബാനുവിന് നീതി കിട്ടി എന്ന് മാത്രമല്ല ഞാൻ ഈ പറയുന്നത്, ഗുജറാത്ത് സർക്കാരിൻ്റെ യഥാർത്ഥ മുഖത്തെ കൂടി അത് വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നീതി കിട്ടിയിരിക്കുന്നു. അത് ബിൽക്കിസ് ബാനുവിന് മാത്രമല്ല നീതി കിട്ടിയത്. ഇന്ത്യയിലെ സ്ത്രീജനങ്ങൾ, തെരുവിൽ ആക്രമിക്കപ്പെടുന്നവർ, നീതി നിഷേധിക്കപ്പെടുന്നവർ, ന്യൂനപക്ഷം, അവരുടെയൊക്കെ ഒരു പ്രതീക്ഷയ്ക്കുള്ള ഒരു സൂര്യവെളിച്ചമായിട്ടാണ് ഈ വിധിയെ ഞാൻ കാണുന്നത്. അതിന് ഒട്ടേറെ കാരണങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ കേസിൽ സിസ്റ്റവും സ്റ്റേറ്റും വേട്ടക്കാർക്കൊപ്പം നിലയുറപ്പിച്ചത് എന്ന് കേസിൻ്റെ വിചാരണ വേളയിലും തുടർന്ന് ഈ 11 പ്രതികളും പുറത്തിറങ്ങാനിടയായ സാഹചര്യത്തെക്കുറിച്ചും ഉണ്ണി ബാലകൃഷ്ണൻ വിശദമായി വിശദീകരിച്ചു. ഈ കേസന്വേഷണത്തിൻ്റെ ഒരു ഘട്ടമുണ്ടല്ലോ, ആ കേസന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ എങ്ങനെയാണ് ഈ അന്നത്തെ 2002 ഗുജറാത്ത് സ്റ്റേറ്റ്, ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരിക്കുന്ന ഗുജറാത്ത് സ്റ്റേറ്റിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അമിത്ഷായുടെ നേതൃത്വത്തിൽ പോലീസ് എങ്ങനെയാണ് ഈ കേസിനെ കൈകാര്യം ചെയ്തത് എന്നതുകൂടി നമ്മൾ അറിയണം. ഈ സംഭവം നടക്കുന്നത് നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ 2002 മെയ് മാസം 3-ാം തീയതി. സംഭവം നടന്നു കഴിഞ്ഞതിന് ശേഷം 14 പേരെ കൺമുന്നിൽ വെച്ച് ബിൽക്കിസ് ബാനുവിന് നഷ്ടപ്പെടുന്നു. 3 വയസ്സുള്ള സാലിഹ എന്ന പെൺകുട്ടിയുടെ കാല് പിടിച്ച് നിലത്തടിച്ചാണ് കൊല്ലുന്നത്. 5 വയസ്സുള്ള ഭ്രൂണാവസ്ഥയിലുണ്ടായിരുന്ന കുഞ്ഞിനെ സാക്ഷി നിർത്തിയാണ് അവർ ആക്രമിക്കപ്പെടുന്നത്. അബോധാവസ്ഥയിൽ ബിൽക്കിസ് ബാനു ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഒരു ആദിവാസി സ്ത്രീ കൊടുത്തൊരു കുപ്പായവും ഇട്ടുകൊണ്ടാണ് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. പോലീസ് സ്റ്റേഷൻ്റെ പേര് ലിംഖേദ. പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്നതൊരു ഹെഡ് കോൺസ്റ്റബിളാണ്. ആ ഹെഡ് കോൺസ്റ്റബിളിനോട് ഈ ബിൽക്കിസ് ബാനു തൻ്റെ കഥ വിവരിക്കുന്നുണ്ട്. പക്ഷേ ഹെഡ് കോൺസ്റ്റബിൾ പേനയെടുത്തതൊന്ന് കുറിക്കാൻ തയ്യാറായില്ല ഉണ്ണി ബാലകൃഷ്ണൻ. അവിടെ തുടങ്ങുന്നു ഈ കേസിലെ ഈ സ്റ്റേറ്റ് എങ്ങനെയാണ് ബിൽക്കിസ് ബാനു എന്ന ഒരു സ്ത്രീയെ, ഇന്ത്യയിലെ സ്ത്രീത്വത്തെ അപമാനിച്ചത് എങ്ങനെയാണ് എന്നതിൻ്റെ കഥ തുടങ്ങുന്നത് അവിടെയാണ്. ആ പോലീസുകാരൻ്റെ പേര് സോമഭായ് ഗോരി എന്നാണ്. ആ സോമഭായ് ഗോരിയെ പിന്നീട് കോടതി ശിക്ഷിച്ചു. തൻ്റെ ഡ്യൂട്ടിക്ക് വിഘ്നം വരുത്തുക മാത്രമല്ല, ഒരു നിസ്സഹായ നിരാലംബയെ റേപ്പ് വിക്ടിം വന്ന് പരാതി പറയുമ്പോൾ ആ പരാതി എഴുതിയെടുക്കുന്നതിന് വിമുഖത കാണിച്ച ഈ സോമഭായ് ഗോരി എന്ന് പറയുന്ന ഹെഡ് കോൺസ്റ്റബിൾ തുടങ്ങി ഇന്ന് ഏറ്റവും ഒടുവിൽ ഈ കോടതിയെ കബളിപ്പിക്കത്തക്ക രീതിയിൽ
പോളിസി മറച്ചുവെച്ച ഉദ്യോഗസ്ഥരടക്കം ഈ വിധിന്യായത്തിൽ പ്രതികളായി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണത്തിൻ്റെ വേളയിൽ മറ്റൊരു ഘട്ടമുണ്ട്. നമ്മളുടെയൊക്കെ സിരകളിൽ മരവിപ്പിക്കുന്നതാണ്, നമുക്കിത് കേട്ടുകേൾവിയില്ലാത്തതാണ്. CBI കേസന്വേഷണം ഏറ്റെടുക്കുമ്പോൾ ആ കേസന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതശരീരങ്ങൾ പരിശോധിക്കാൻ പോകുന്നുണ്ട്. 7 മൃതശരീരങ്ങളുടെ തലയിലുണ്ടായിരുന്നില്ല ഉണ്ണി ബാലകൃഷ്ണൻ. തല മാറ്റിയിരുന്നു ശരീരത്തിൽ നിന്ന്. എന്തിന്? ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കാൻ വേണ്ടി. CBIക്ക് കുറ്റാന്വേഷണം നടത്തുന്ന ഘട്ടത്തിൽ തല മാറ്റി വെട്ടിമാറ്റിയെടുത്ത് ശരീരത്തിൽ നടത്തിയെടുത്തൊരു സംവിധാനം നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായിരുന്നുവെന്ന് നമുക്ക് മരവിക്കുന്ന മനസ്സോടുകൂടി മാത്രമേ കേട്ടിരിക്കാൻ സാധിക്കൂ. അങ്ങനെയൊക്കെയാണ് അന്വേഷണത്തിൻ്റെ വേളയിൽ ചെയ്തത്. അതേ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ് 2022 ഓഗസ്റ്റ് 15 നമ്മൾ കേട്ടത്. ഗുജറാത്ത് സർക്കാർ തങ്ങൾക്ക് അധികാരമില്ലാത്ത ഒരു കാര്യത്തിന് അനുമതി നൽകിയിരിക്കുന്നു. അതാണ് ഈ കേസിലെ ഏറ്റവും പ്രസക്തമായൊരു ഭാഗം. BV നാഗരത്ന പറയുന്നു, മഹാരാഷ്ട്ര കോടതി, മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയിലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് ഈ റെമിഷൻ പോളിസി അനുസരിച്ച് നിലവിൽ ട്രയൽ കോർട്ട് നടക്കുന്നത് എവിടെയാണോ ആ സർക്കാരിൻ്റെ അഭിപ്രായമാണ് ആരായേണ്ടത്. പക്ഷേ അത് സൗകര്യപ്രദം മറച്ചുവെച്ചു എന്ന് ഒരു കാര്യം കൂടി പറഞ്ഞു. 2022 സുപ്രീം കോടതിയിലെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ. അതല്ല, ഇടയ്ക്ക് ചില വെളിച്ചങ്ങൾ ഉണ്ടാകും, നമ്മൾ അംഗീകരിക്കണം. കാരണം വെച്ചാൽ ഗുജറാത്ത് ഹൈക്കോടതി ഇതേ കാരണം പറഞ്ഞ് തള്ളിക്കളഞ്ഞു. ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. ഇനിയുമുണ്ട്. സുപ്രീം കോടതി കൊടുത്തത് ഒരു കൺവിക്റ്റിന് റിലീസ് ചെയ്യാനുള്ള ഒരു കൺവിക്റ്റിന് മാത്രം, ഒരു പ്രതിക്ക് മാത്രം റിമിഷൻ പോളിസി ബാധകമാക്കുന്നതിനെ കുറിച്ച് അഭിപ്രായം ആരായുമ്പോൾ ഗുജറാത്ത് അവിടെ ആ ഘട്ടത്തിൽ കോടതി പറയുന്നുണ്ട് സ്റ്റേറ്റ് പരാജയപ്പെട്ടത് എവിടെയാണ്? ഇങ്ങനെ വസ്തുതകൾ മറച്ചുവെച്ചതിനെതിരെ ഈ സർക്കാർ നിശബ്ദമായി നിന്നു. മാത്രമല്ല കോടതിയിൽ തെറ്റ് കാണിച്ചു കൊടുക്കേണ്ട സർക്കാർ കാണിച്ചു കൊടുക്കാതെ വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്ന അവസ്ഥയുണ്ടാവുന്നു. അതാണ് പറയുന്നത് ദ സ്റ്റേറ്റ് ഡസ് നോട്ട് സീക്ക് ദി റിവ്യൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗുജറാത്ത് സർക്കാരിനെ നേരിട്ട് വിമർശിക്കുന്ന ഭാഗം തന്നെ ഈ വിധിയിലുണ്ട്. നേരിട്ട് തന്നെ ആ ഭാഗത്ത് വിമർശിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കുറ്റവാളിക്ക് മാത്രം ഈ റിമിഷൻ പോളിസി അനുസരിച്ച് ശിക്ഷയിളവ് നൽകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ എല്ലാവർക്കും അത് ബാധകമാക്കുക, തങ്ങളുടെ അധികാര പരിധിയിലില്ലാതെ മഹാരാഷ്ട്ര സർക്കാരിൽ മാത്രം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ ശിക്ഷ ഇളവിൻ്റെ അധികാരം ഗുജറാത്ത് സർക്കാർ അഷർപ്പിക്കുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ആ അധികാരം കടന്നെടുത്തിരിക്കുന്നു. മഹാരാഷ്ട്ര സർക്കാരിൻ്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഗുജറാത്ത് സർക്കാർ നടത്തിയിരിക്കുന്നത്. ആ കടന്നാക്രമണത്തിലൂടെ നീതി നിഷേധിക്കപ്പെടുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ആ നീതി നിഷേധിക്കപ്പെടുന്ന ദിവസം നമ്മൾ കണ്ട കാഴ്ചകൾ, ആരൊക്കെയായിരുന്നു ബലാത്സംഗം ചെയ്തത് അതുകൂടി പ്രേക്ഷകർ അറിയണം. ഈ 2002 മാർച്ച് മാസം 3-ാം തീയതി ബിൽക്കിസ് ബാനുവിനെ ആക്രമിച്ചവർ, ആ അന്ന് ബിൽക്കിസ് ബാനു കുട്ടിയായിരിക്കുമ്പോൾ ബിൽക്കിസ് ബാനുവിൻ്റെ കയ്യിൽ വളയിട്ട് കൊടുത്ത മനുഷ്യരുണ്ട്. ബിൽക്കിസ് ബാനുവിൻ്റെ അച്ഛനെ ചികിത്സിച്ച ഡോക്ടറുടെ മകനുണ്ട്. ഈ ബിൽക്കിസ് ബാനുവിൻ്റെ വീട്ടിൽ പാല് വാങ്ങാൻ വന്ന അയൽക്കാരനുണ്ട്. ഒരു കലാപം നിങ്ങളുടെ അയൽക്കാരനെയും സുഹൃത്തിനെയും വൈദ്യനെയും ഒപ്പം നിങ്ങളുടെ പിതാവെന്ന് കരുതി നിങ്ങൾ ചാച്ച എന്ന് വിളിച്ച ആൾക്കാരെയും റേപ്പിസ്റ്റുകളാക്കി മാറ്റുന്നതിൻ്റെ കഥ കൂടിയാണ് ബിൽക്കിസ് ബാനുവിൻ്റെ ആ വർഗീയ കലാപം നിങ്ങളിലുള്ള ടോക്സിക് മസ്കുലിനിറ്റിയെ ഒരു ബലാത്സംഗവാദിയാക്കി മാറ്റുന്നു എന്നാണ് ബിൽക്കിസ് ബാനുവിൻ്റെ കഥ പറയുന്നത്. അങ്ങനെയുള്ളവരാൽ ആക്രമിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ഇത് നീതിയോ എന്ന് ചോദിക്കുമ്പോൾ ആ നീതിക്ക് വേണ്ടി പോരാടിയ മനുഷ്യരെ കൂടെ നമ്മൾ എടുത്തു തന്നെ പറഞ്ഞു തന്നെ പോകണം. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കേറെ അഭിമാനമുള്ളൊരു ദിവസമാണ്. കാരണം അതിന് പിന്നിൽ പ്രവർത്തിച്ചൊരു മാധ്യമപ്രവർത്തകയുണ്ട്, രേവതി ലോളിൻ്റെ ദ അനാട്ടമി ഓഫ് ഹേറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത്, അതിൻ്റെ അനാട്ടമി പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് വിശദമായി എഴുതിയിട്ടുണ്ട്. മറ്റൊരു പേര് കൂടി പറയണം, സുഭാഷിണി അലി. മറ്റൊരു പേര് കൂടി പറയണം, പ്രൊഫസർ രൂപ്രേഖ് വർമ്മ. ഈ രൂപ്രേഖ് വർമ്മയെ ഓർമ്മിക്കുന്നുണ്ടാവും. സിദ്ദിഖാപ്പൻ്റെ വിഷയത്തിലും ഇതേപോലെ ഒറ്റയാൽ പോരാട്ടം നടത്തിയ ഒരു സ്ത്രീയാണ്. തെരുവിൽ ലഘുലേഖകൾ വിതരണം ചെയ്തുകൊണ്ട് നീതിക്ക് വേണ്ടി പോരാടിയ ഒരു സ്ത്രീയാണ് രൂപരേഖ്. മീരൻ ഛദ്ദ എന്നൊരു IPS കാരനുണ്ട്. ഇവർക്കൊപ്പം നിന്നുകൊണ്ട് പോരാടുന്ന മഹുവ മൊയ്ത്ര എന്ന് പറയുന്ന ഇപ്പോൾ പാർലമെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട തൃണമൂൽ കോൺഗ്രസിൻ്റെ MP ഉണ്ട്. ഈ സ്ത്രീകളുടെയും ഈ ബിൽക്കിസ് ബാനു എന്ന സ്ത്രീയുടെയും പോരാട്ട വീര്യമാണ് നമ്മൾ കണ്ടത്. അതിന് സുപ്രീം കോടതി അനുകൂലമായി വിധി പറയുന്നു എന്നുള്ളത് ചെറിയൊരു തരി വെളിച്ചം നമുക്ക് നൽകുന്നു. ഒരു ചെറു വെളിച്ചമുണ്ട് എന്നുള്ളത് ഘട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ഘട്ടത്തിലാണ് നാഴികയ്ക്ക് 40 വട്ടം നാരീശക്തിയെക്കുറിച്ച് പ്രധാനമന്ത്രി നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സിസ്റ്റമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആൻഡ് സെലിബ്രേഷൻ ഓഫ് റെട്ടറിക് ബട്ട് സിസ്റ്റമാറ്റിക് സപ്രഷൻ, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സിംബോളിക്കായ റെപ്രസെൻറ്റേഷൻ നടക്കും, പ്രതീകാത്മകമായി നിങ്ങൾക്ക് ചില വ്യക്തികളെ എടുത്തു കാട്ടും. പക്ഷേ യാഥാർത്ഥ്യത്തോടു കൂടി നോക്കൂ, നിങ്ങളെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ സപ്രസ് ചെയ്ത് കളയും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് റെട്ടറിക് കൊണ്ട് അതിനെ, പ്രൊപ്പഗാൻഡ കൊണ്ട് അതിനെ പകരം വയ്ക്കും. അതിന് കൊടുത്തിരിക്കുന്ന പ്രഹരമാണ്. ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടി നിശബ്ദമായ ദിവസമാണ് ഈ വിധിയിൽ.
അത് ഓർമ്മിക്കണം. രാജ്യം ഭരിക്കുന്ന പാർട്ടി നിശബ്ദമായി ഒരഭിപ്രായവും ഉണ്ടായില്ല. കമാന്നൊരക്ഷരം മിണ്ടിയില്ല. ബിൽക്കിസ് ബാനു എന്ന പേര് പറഞ്ഞു പോകരുത് ടെലിവിഷൻ ചാനലുകളിൽ നിന്ന് തിട്ടൂരം കൊടുത്തു. അതാണ് ഈ വിധിയുടെ രാഷ്ട്രീയ പ്രാധാന്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നികേഷ് കുമാർ. തീർച്ചയായും ബിൽക്കിസ് ബാനുവിൻ്റെ നീതിയെക്കുറിച്ച് ഇപ്പം നിങ്ങൾ മൂന്ന് പേരും പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് തിരികെ പോകുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ എങ്ങനെയാണ് ഇന്ത്യയിൽ നീതി കശാപ്പ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അതുകൂടി ഇന്നത്തെ ദിവസം വളരെ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് ഞാൻ കരുതുന്നു. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ രാമക്ഷേത്ര നിർമ്മാണം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇനിയും ഒരു 2 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. കൃത്യം 2 ആഴ്ചക്കുള്ളിലാണ് ഈ പ്രതികളോട് തിരിച്ച് ജയിലിലേക്ക് പോകാൻ സുപ്രീം കോടതി ആവശ്യപ്പെടുന്നത് എന്നുള്ള ഒരു വിരോധാഭാസം യഥാർത്ഥത്തിൽ ഇന്നത്തെ ദിവസത്തിനുണ്ട് എന്നുള്ളത്. രാമക്ഷേത്രത്തിന് ഉദ്ഘാടന ചടങ്ങിന് ഇവരുണ്ടാവില്ല. ഇല്ല, 22-ാം തീയതിയാണ് രാമക്ഷേത്ര നിർമ്മാണം. രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ഉദ്ഘാടനത്തിന് ഇനിയിപ്പോൾ 2 ആഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. 14 ദിവസം. ഈ ദിവസം മുതൽ 2 ആഴ്ച വരെയുള്ള ദിവസമാണ് ഇവരോട് കീഴടങ്ങാൻ ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഒരു പ്രത്യേകതയായി കാണേണ്ടത്. നോക്കൂ, BJPയുടെ കീഴിൽ എങ്ങനെയാണ് ജുഡീഷ്യറിയെ സ്വാധീനിക്കുന്നത് എന്നതിൻ്റെ ഒരു തുറന്നു പറച്ചിൽ കൂടിയാണ് ജസ്റ്റിസ് BV നാഗരത്നയുടെ വിധി എന്നെടുത്തു പറയാതിരിക്കാൻ വയ്യ. കൃത്യമായി കോടതി സൂചിപ്പിച്ചിരിക്കുന്നത് എന്താണ്? കുറ്റവാളികളുമായി ഗുജറാത്ത് സർക്കാർ കൂട്ടുചേർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും വലിയൊരു ഇൻഡിക്ട്മെന്റ് വേറെ ഈ സമീപകാലത്തൊന്നും നമ്മൾ ഒരു സർക്കാരിൻ്റെയും കാര്യത്തിൽ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. സർക്കാർ പുറത്തു കൊണ്ട കാര്യം ഈ പറയുന്നത് കുറ്റവാളികളായി കൂട്ടുചേർന്നു എന്നാണ് പറയുന്നത്. ഈ അപ്രിഹെൻഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോടതി, അതായത് സുപ്രീം കോടതി കേസ് ട്രാൻസ്ഫർ ചെയ്തത്. 2004 ട്രാൻസ്ഫറിങ് ഓഫ് കേസസ് ഉണ്ടാകുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ഇതേ അപ്രിഹെൻഷൻ, അതായത് നരേന്ദ്രമോദിയും അമിത്ഷായും ഭരിക്കുന്ന കാലഘട്ടത്തിലെ അതേ അപ്രിഹെൻഷൻ തന്നെ കോടതി ഇന്നും തുടരുന്നു ഗുജറാത്ത് സർക്കാരിൻ്റെ കാര്യത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഗുജറാത്ത് സർക്കാർ മാത്രമല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടിയാണ്, കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ അനുമതിയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അന്നത്തെ ഗുജറാത്ത് സർക്കാർ ഇവരെ ജയിൽ മോചിതരാക്കാനുള്ള തീരുമാനമെടുത്തതെന്ന് പറയുമ്പോൾ ഈ കേസിൻ്റെ വിധി യഥാർത്ഥത്തിൽ BV നാഗരത്നയുടെ വിധി യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന് കൂടി ബാധകമാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. നോക്കൂ, നമ്മളിപ്പോൾ കാണേണ്ടത് എങ്ങനെയാണ്? ഗുജറാത്ത് മാത്രമല്ല, മണിപ്പൂരിലും വംശഹത്യ നടന്നതാണ്. അവിടെയും 24 മണിക്കൂറിനപ്പുറത്തേക്ക് ആ വംശഹത്യ നീളുമ്പോൾ നേരത്തെ ഒരു പോലീസുകാരൻ പറഞ്ഞതുപോലെ അതിൽ സർക്കാരിൻ്റെ ഭരണകൂടത്തിൻ്റെ പിന്തുണയുണ്ടെന്ന് ഉറപ്പാണ് എന്ന് പറഞ്ഞതുപോലെ മണിപ്പൂരിലും ഏതാണ്ട് 6 മാസക്കാലമോളം ഒരു വംശഹത്യ തുടരുകയാണ്. അവിടെ പ്രധാനമന്ത്രി പോയില്ല, പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയില്ല. പാർലമെൻറ്റിൽ ക്രിസ്ത്യൻ വംശഹത്യയ്ക്ക് എതിരെ പ്രതിപക്ഷം ഒന്നടങ്കം ആ സമ്മേളനമാകെ ബഹിഷ്കരിക്കുകയും ആ സമ്മേളനമാകെ അലങ്കോലമാക്കുകയും ചെയ്തിട്ട് ഈ ക്രിസ്ത്യൻ മതപണ്ഡിതന്മാർക്ക് പ്രധാനമന്ത്രിയെ നേരിട്ട് കിട്ടിയിട്ട് അത് ചോദിക്കാൻ പോലും ആ നിലയിലുള്ള ഭയമാണ് രാജ്യത്ത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി സർക്കാർ സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ്. തൊട്ടു മുന്നിൽ കിട്ടുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു പാർലമെൻറ്റ് ആകെ തന്നെയും ഒരു സെഷൻ ആകെ തന്നെയും പൂർണ്ണമായും നിശ്ചലമാക്കിയ ഒരു പ്രതിപക്ഷം ഇന്ന് ഈ രാജ്യത്തുണ്ട്. പക്ഷേ ആ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം ഒരു വളരെ നേർത്തതായി പോലും യഥാർത്ഥത്തിൽ ഈ മതപണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്ന് പറയുന്ന വിധത്തിലുള്ള ഭയം, ആ ഭയം യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് ഈ രാജ്യത്ത് സൃഷ്ടിക്കാനായിട്ടുണ്ട്. എനിക്കും നിങ്ങളെ ഓരോരുത്തർക്കും ആ ഭയം ഉണ്ടാകും ഓരോ തലത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, 2002 ബിൽക്കിസ് ബാനു ക്രൂരമായി, നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ റേപ്പ് ചെയ്യപ്പെടുന്നത്, 5 മാസം ഗർഭിണിയായിരുന്നപ്പോൾ റേപ്പ് ചെയ്യപ്പെടുന്നത്, അവളുടെ കയ്യിലുണ്ടായിരുന്ന 3 വയസ്സുള്ള കുഞ്ഞിനെ പാറക്കൂട്ടത്തിലേക്ക് എറിഞ്ഞ് കൊല്ലുന്നത്, അവരുടെ ഒരു കസിൻ 2 ദിവസമേ ആയിട്ടുള്ളൂ പ്രസവിച്ചിട്ട്, അവരെ ബലാത്സംഗം ചെയ്യുന്നു, ആ കുഞ്ഞിനെ കൊല്ലുന്നു, ഇവരോടൊപ്പം 14 ബന്ധുക്കളെ കൂടി കൂട്ടക്കൊല ചെയ്യുന്നു. അതും നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തൊട്ടയൽവാസികളായ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പരസ്പരം കാണുന്ന ആളുകളാണ് ഈ റേപ്പ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. വളർച്ച കണ്ടു നിന്നവരാണ് എല്ലാ കാലഘട്ടത്തിലും വളരെ ചെറുപ്പം മുതൽ ഈ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ബിൽക്കിസ് ബാനു ഇവരെയൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതാണല്ലോ അവരുടെ തന്നെ വിശദീകരണത്തിൽ പറയുന്നത്. നോക്കൂ, ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? 2004 കേസ് സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് എടുക്കുമ്പോൾ പോലീസിൻ്റെ കയ്യിൽ ഒരു തെളിവുമില്ല. പോലീസിൻ്റെ ഭീഷണി മൂലം ഒരു സാക്ഷിയും രംഗത്ത് വരാൻ തയ്യാറല്ല.
തെളിവുകൾ പൂർണ്ണമായും നശിപ്പിച്ചിരുന്നു. കൊല ചെയ്യപ്പെട്ട ആളുകൾക്ക് പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് മുമ്പ് അവരെ കവറടക്കിയിരുന്നു, അവരെ ഭൂമിക്കടിയിലാക്കിയിരുന്നു എന്നുള്ള നിലയിൽ ഇതൊരു പക്ഷേ തെളിവായി വരിക എന്ന് പറയുന്നത് അസംഭാവ്യമായിരുന്നു. എന്തെങ്കിലും തരത്തിൽ ഈ കൊലപാതകത്തിന്, ഈ റേപ്പിന് തെളിവ് കിട്ടുക എന്നുള്ളത് അസംഭാവ്യമായിരുന്നു. പോലീസ് ഡോക്ടർ പോലും ഇവർ റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ആദ്യം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ നിലയിൽ പിന്നീടാണ് 2004 സുപ്രീം കോടതി പറഞ്ഞപ്പോഴാണ് FIR വരുന്നത്. ബിൽക്കിസ് ബാനു കേസിലെ FIR വരുന്നത് 2004 നീണ്ട 2 വർഷങ്ങൾക്ക് ശേഷം. ആ നീണ്ട 2 വർഷങ്ങൾക്ക് ശേഷം അവിടെ ആ പറയുന്ന സംസ്ഥാനത്ത് ഇത് വിചാരണ ചെയ്യപ്പെട്ടാൽ അത് ശിക്ഷിക്കപ്പെടില്ല, അല്ലെങ്കിൽ അതൊരു നീതിപൂർവമായ വിചാരണയാകില്ല എന്ന് കണ്ടിട്ടാണ് മഹാരാഷ്ട്ര കോടതിയിലേക്ക് വിടുന്നത്. ഇതൊക്കെ തന്നെയും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ പോലും ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാനോ സാധിക്കാത്ത കാര്യമാണ് എന്നുള്ളതാണ്. നേരത്തെ ഉണ്ണി പറഞ്ഞല്ലോ, ഈ കോടതിയെ കൺവിക്റ്റ് ചെയ്യപ്പെട്ട ഒരാൾ തെറ്റിദ്ധരിപ്പിച്ചു, ഗുജറാത്ത് ഹൈക്കോടതി തെറ്റിദ്ധരിപ്പിച്ചു എന്ന്. നോക്കൂ, ജസ്റ്റിസ് KM ജോസഫ് അന്ന് ഈ വിചാരണ നടക്കുന്ന ഘട്ടത്തിൽ, ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഗുജറാത്ത് ഹൈക്കോടതിയോട് ഗുജറാത്ത് സർക്കാരിനോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ഈ കേസ് ഉരുട്ടിക്കൊണ്ടുപോകുന്നത് എന്തെന്നറിയാം, കാരണം ഞാൻ റിട്ടയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കേസ് ഉരുട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എടുക്കുമെന്ന് പറഞ്ഞു. നോക്കൂ, അന്ന് KM ജോസഫിനോട് ഒപ്പമുണ്ടായിരുന്ന നാഗരത്നെയാണ് ഒരുപക്ഷെ ഒരു സർക്കാരിനെതിരെ കിട്ടാവുന്ന ഏറ്റവും ആഘാതമുള്ള കരണത്തടി കൊടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ KM ജോസഫിന് ഇത്രയും വലിയ വിധി എഴുതാൻ കഴിയുമോ എന്ന് നമ്മൾ സംശയിക്കണം. കാരണം BV നാഗരത്നൻ, KM ജോസഫ് വളരെ നല്ല ജഡ്ജാണ്, വളരെ നീതിപൂർവമായി പ്രവർത്തിക്കുന്ന ജഡ്ജാണ്. നാഗരത്ന കൊടുത്ത അടി എന്ന് പറയുന്നത് ഒരുപക്ഷെ KM ജോസഫിന് കൊടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള അതിഭയങ്കരമായ അടിയാണ്. നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിനകത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതിന് എല്ലാം ഉപോത്ബലകമായി നമ്മളാരും ഈ കാര്യങ്ങൾ പറയണമെന്നില്ല. പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയി തൊട്ടടുത്ത് നരേന്ദ്രമോദിയെ ഇരുത്തി പറഞ്ഞിട്ടുണ്ട് രാജധർമ്മം പാലിക്കണമെന്ന്. ആ രാജധർമ്മം പാലിച്ചില്ല എന്നതിൻ്റെ അവസാനത്തെ മറ്റൊരു വിധിന്യായം കൂടിയാണ്. ഇത് അവസാനത്തതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം 2013 നരേന്ദ്രമോദിക്കെതിരെ വേണ്ടത്ര തെളിവില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി വിട്ടയച്ചത് അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം സംബന്ധിച്ച്. ഇത് അവസാനത്തെ വിധിയായിരിക്കില്ല. ഇനിയും കോടതികൾ വരും, ഇനിയും ഈ കാര്യങ്ങൾ തുറന്ന് പരിശോധിക്കേണ്ടി വരും കോടതിക്ക്. കാരണം മനുഷ്യജീവൻ്റെ, മനുഷ്യരക്തത്തിൻ്റെ വില അതൊരു കാരണവശാലും അതിൽ നിന്ന് കൈകഴുകി പോകാൻ ചരിത്രത്തിലെ ഒരാൾക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട്. മാത്രമല്ല, അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, ഒരു രാജ്യത്ത് നീതി പുലരുന്നു എന്നതിൻ്റെ തെളിവ് ആ രാജ്യത്തെ സ്ത്രീകൾ എങ്ങനെ ബഹുമാനിക്കപ്പെടുന്നു എന്നതിൻ്റെ അളവിനെ ആശ്രയിച്ചിരിക്കും. ഇവിടെയാണ് ബിൽക്കിസ് ബാനുവിൻ്റെ കരച്ചിലുണ്ടാകുന്നത്. നേരത്തെ നികേഷ് കുമാർ പറഞ്ഞതിനോടൊപ്പം ഒന്നുകൂടി കൂട്ടിച്ചേർക്കട്ടെ, ഈ 2 വർഷമെടുത്ത് FIR എടുക്കാൻ ഈ കേസിൽ. പക്ഷേ ശിക്ഷ ഇളവ് നൽകാൻ പരാതി നൽകി ആഭ്യന്തര വകുപ്പ് തീരുമാനമെടുക്കാൻ മൊത്തം എടുത്ത സമയകാലാവധി എത്രയാണെന്നറിയാമോ? 6 ദിവസമാണ്. 6 days ഈ 11 പ്രതികളെയും വെറുതെ വിടാൻ വേണ്ടി. അതാണ് ഇന്ത്യ, അതാണ് ഗുജറാത്ത് സർക്കാർ എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്നത്. സുജയ പാർവതി, ഇന്നത്തെ ഇന്ത്യ അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. കാരണം ഇന്നത്തെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സുപ്രീം കോടതി വിധി വരുമോ എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സംശയങ്ങൾക്കൊക്കെ ഒരു ഉത്തരമായിരിക്കുകയാണ് ബിൽക്കിസ് ബാനുവിന് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിച്ചതിലൂടെ. അതായത് ജുഡീഷ്യറിയെ അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ, അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നതായിരുന്നല്ലോ പ്രധാനമായും പ്രതിപക്ഷത്തിന്റെ ആരോപണം. ആ ആരോപണമൊക്കെ ഇപ്പോൾ എവിടെ പോയി? ഇപ്പോൾ പേട്രൺ ഓഫ് ക്രിമിനൽസ് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി ഇറങ്ങിയിട്ടുണ്ടല്ലോ. ആ ആരോപണത്തിനപ്പുറം കോടതിയിൽ നിന്ന് ഇന്ന് ബിൽക്കിസ് ബാനുവിന് അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവായിരുന്നില്ല വന്നതെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ലല്ലോ പ്രതികരണം. അപ്പോൾ ഇന്ന് കൃത്യമായി ഈ കോടതിയിൽ നിന്ന്, പരമോന്നത നീതിന്യായ പീഠത്തിൽ നിന്ന് വരുന്ന വിധികളെല്ലാം തന്നെ കൃത്യമായി വസ്തുതകൾ പരിശോധിച്ചുകൊണ്ടുള്ളതാണ് എന്ന് തെളിയിക്കപ്പെടുന്നതാണ് ബിൽക്കിസ് ബാനു കേസിലെ വിധി എന്നുള്ളത് എതിർക്കുന്നവർക്ക് പോലും സമ്മതിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. ഇന്ന് ഈ ജസ്റ്റിസുമാരായ BV നാഗരത്നയും ഉജ്ജൽ ഭുയാനും അടങ്ങിയ ബെഞ്ച് ഉത്തരം നൽകിയ ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിലൂടെ കൂടി നമ്മൾ കടന്നു പോകണം. ഗുജറാത്ത് സർക്കാരിനെ പഴിച്ചുകൊണ്ട് ഗുജറാത്ത് സർക്കാരിന്റെ ഫ്രോഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇതിലെല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. 251 പേജാണ് ഈ വിധിയുടെ പകർപ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ. അത്രയും ദൈർഘ്യമുള്ള ഒരു വിധി തന്നെയാണ്. അതിലെല്ലാ കാര്യങ്ങളും കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ അതിൻ്റെ ഒരു ആവർത്തനത്തിലേക്ക് പോകുന്നില്ല. അപേക്ഷ നൽകാത്ത കുറ്റവാളിയെ മോചിപ്പിച്ചു എന്നുള്ളതാണ് എനിക്കിതിൽ സുപ്രീം കോടതിയുടെ ഈ വിധിയിൽ പരിശോധിക്കുമ്പോൾ. അപേക്ഷ നൽകാത്ത ഒരു കുറ്റവാളിയെ മോചിപ്പിച്ചു, അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. അതായത് ഈ രാധേശ്യാം ഷായ്ക്കെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ അതെല്ലാം ഈ വിധിയുടെ ഭാഗമാണ്.
കുറ്റവാളികളുടെ ശിക്ഷാ ഇളവിനെതിരെ അനുച്ഛേദം 32 അതനുസരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് റിട്ട് ഹർജി ഫയൽ ചെയ്യാൻ ബിൽക്കിസ് ബാനു പോയത്. അതിന് അവകാശമുണ്ടോ എന്ന മറുവാദവുമായിട്ടാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ അതിനുള്ള ഉത്തരം വന്നിരിക്കുകയാണ്. ഇത് മറ്റു കേസുകളെയും ബാധിക്കാൻ പോകുന്ന ഒരു വിധിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ശിക്ഷാ ഇളവ് സംബന്ധിച്ച അപേക്ഷ പരിഗണിക്കാൻ ഗുജറാത്ത് സർക്കാരിനോട് നിർദ്ദേശിച്ച സുപ്രീം കോടതിയുടെ ഒരു മുൻ ഉത്തരവുണ്ട്. അതിനെതിരെ ആദ്യം ബിൽക്കിസ് ബാനു നൽകിയത് പുനഃപരിശോധനാ ഹർജിയാണ്. നമ്മൾ അതും ചർച്ച ചെയ്ത വിഷയമാണ്. ആ പുനഃപരിശോധനാ ഹർജി തള്ളിയല്ലോ, പിന്നെ എങ്ങനെയാണ് ബിൽക്കിസ് ബാനുവിന് കോടതിയെ സമീപിക്കാൻ കഴിയുക, തിരുത്തൽ ഹർജിയല്ലേ നൽകേണ്ടത് എന്നൊക്കെ പറഞ്ഞ പ്രതികൾ ആ സംവിധാനത്തിനിടയിൽ നടത്തിയ ഒരു ഇടപെടലുണ്ട്. ആ ഇടപെടൽ ഇക്കാര്യത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പേര് രാധേശ്യാം ഷായുടേതാണ്. അതായത് രാധേശ്യാം ഷാ ഗുജറാത്ത് സർക്കാരിനോട് ശിക്ഷാ ഇളവ് നൽകണമെന്ന് നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ രാധേശ്യാമിന് വരാമെങ്കിൽ റിട്ട് ഹർജിയിലൂടെ ബിൽക്കിസ് ബാനുവിനും വരാമെന്ന് സുപ്രീം കോടതി പറഞ്ഞതാണ് ഇന്നത്തെ വിധിയുടെ തെളിച്ചമുള്ള ഒരു ഭാഗമായി ഞാൻ കാണുന്നത്. അത് സമാനമായ മറ്റ് കേസുകൾ വരുമ്പോഴും ആപ്ലിക്കബിൾ ആകാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പേരുകൾ ഡോക്ടർ അരുൺ ഇവിടെ പറഞ്ഞു. കൃത്യമായി ഈ കേസിൽ ബിൽക്കിസ് ബാനുവിനൊപ്പം നിന്നുകൊണ്ട് പൊതുതാൽപര്യ ഹർജിയുമായി രംഗത്ത് വന്ന ആളുകളാണ് സുഭാഷിണി അലി ആയാലും മഹുവ മൊയ്ത്രി ആയാലും ഒക്കെ. അപ്പോൾ ഈ പൊതുതാൽപര്യ ഹർജി നിൽക്കുമോ? അങ്ങനെ പല വശങ്ങൾ ഈ വിധിയിൽ പരിശോധിച്ചിട്ടുണ്ട് എന്നതാണ് ഈ വിധിയുടെ രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തേത് വിചാരണ നടന്ന സംസ്ഥാനത്തിലെ സർക്കാരിനാണ് ശിക്ഷാ ഇളവ് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കാൻ അധികാരം. ഇക്കാര്യത്തിലും സുപ്രീം കോടതി വിധിയുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഗുജറാത്ത് സർക്കാർ പോയിരിക്കുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലും മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അവിടെയാണ് ആ ഫ്രോഡ് വരുന്നത്. ഗുജറാത്ത് സർക്കാരല്ല, അവിടെ രാധേശ്യാം ഷായോടാണ് പറയുന്നത്. കോടതിയെ കബളിപ്പിച്ചുകൊണ്ട്, കൃത്യമായ വരികൾ ഇങ്ങനെയാണ്: വസ്തുതകൾ മറച്ചുവെച്ചാണ് സുപ്രീം കോടതിയിൽ നിന്ന് രാധേശ്യാം ഷാ 2022 അനുകൂലമായിട്ടുള്ള ഉത്തരവ് കരസ്ഥമാക്കിയത്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഗുജറാത്ത് സർക്കാർ രാധേശ്യാം ഷായ്ക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുത്തത്. കോടതിയെ കബളിപ്പിച്ച് കരസ്ഥമാക്കിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലുള്ള ആനുകൂല്യങ്ങൾ, അതേക്കുറിച്ചാണ് അവിടെ കൃത്യമായി കോടതി പരാമർശിച്ചത്. അല്ലാതെ സർക്കാർ നേരിട്ട് ഇതിനകത്ത് ഫ്രോഡ് കാണിച്ചു എന്ന് ഈ വിധിയിൽ ഞാൻ എന്തായാലും കണ്ടില്ല. പിന്നെ ശിക്ഷാ ഇളവിന് മഹാരാഷ്ട്ര സർക്കാരിനാണ്, ഞാൻ നേരത്തെ പറഞ്ഞു ഗുജറാത്ത് സർക്കാരിന് അപേക്ഷ നൽകിയിട്ടില്ല, മഹാരാഷ്ട്ര സർക്കാരിന് രാധേശ്യാം അപേക്ഷ നൽകിയിട്ടുണ്ട്. പക്ഷേ അക്കാര്യം സുപ്രീം കോടതിയിൽ നിന്ന് മറച്ചുവെച്ചു. മറ്റു കക്ഷികളാരും ശിക്ഷാ ഇളവിന് കോടതിയെ സമീപിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റാണെങ്കിൽ തിരുത്താം. അപ്പോൾ രാധേശ്യാം ഷാ നൽകിയ ഈ ഹർജിയിലെ ഉത്തരവുണ്ടല്ലോ, ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റു പ്രതികൾക്ക് ആനുകൂല്യം നൽകിയിരിക്കുന്നത്. അപ്പോൾ കോടതി ഉത്തരവുണ്ടെന്നേ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗുജറാത്ത് സർക്കാർ തീരുമാനമെടുത്തത്. അല്ലാതെ ഗുജറാത്ത് സർക്കാർ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിനായി നേരിട്ട് പോയി തീരുമാനിച്ചു എന്ന് വരികയാണെങ്കിൽ ഞാൻ ഇതിനോട് പൂർണ്ണമായും എതിർത്തേനെ. പിന്നെ ഗുജറാത്ത് സർക്കാരിന് ഈ ഉത്തരവ് ഇറക്കാൻ നിയമപ്രകാരം അവർക്കതിനുള്ള ആധികാരികമായി അവർക്കത് ചെയ്യാൻ കഴിയുന്ന അധികാരമുണ്ടോ? അതും പരിശോധിക്കപ്പെട്ടു. ആ അധികാരം ഇല്ല എന്നുള്ളതാണ് വസ്തുത. വിചാരണ നടന്ന സ്ഥലത്തെ സർക്കാർ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ ഇല്ലാത്ത അധികാരമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഗുജറാത്ത് സർക്കാർ വിനിയോഗിച്ചിട്ടുണ്ട് എന്നതിൽ എനിക്കൊരു സംശയവുമില്ല. അത് തെറ്റാണ്. ആ തെറ്റും ഇന്നത്തെ കോടതി വിധിയോടെ തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബിൽക്കിസ് ബാനുവിന് നീതി ലഭിക്കുന്നു. പരമോന്നത നീതിന്യായ പീഠത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന വിശ്വാസം ഈ വിധിയിലും എനിക്കുണ്ട്. എല്ലാ വിധികളിലും അങ്ങനെ തന്നെയുള്ള വിശ്വാസമാണ് ഞാൻ എന്തായാലും എടുക്കുന്നത്. എല്ലാ വസ്തുതകളും പരിശോധിച്ചാണ് പരമോന്നത നീതിന്യായ പീഠമായ സുപ്രീം കോടതി തീരുമാനങ്ങൾ എടുക്കുന്നത്. അതിന്മേൽ രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നു, കേന്ദ്ര സർക്കാർ ജുഡീഷ്യറിയെയും തങ്ങളുടെ അധികാര പരിധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന വാദങ്ങളൊന്നും എന്തായാലും നിലനിൽക്കുന്ന ഒന്നല്ല. അത് ഈ വിധി വെച്ചെങ്കിലും അങ്ങനെ മനസ്സിലാക്കാൻ തയ്യാറാകണമെന്ന അഭ്യർത്ഥനയുമുണ്ട്. സുജയ പറഞ്ഞ ഇന്നത്തെ ഇന്ത്യ അങ്ങനെയല്ല എന്ന് പറഞ്ഞതിനകത്ത് എനിക്കൊരു വിശദീകരണം നൽകാനുണ്ട്. ഇന്നത്തെ ഇന്ത്യ തന്നെയാണ് അത് തീരുമാനമെടുത്തത്. 2022 ആഭ്യന്തര വകുപ്പ് ഈ കേസ് ഞാൻ പറഞ്ഞതുപോലെ 6 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനു മുൻപ് സുപ്രീം കോടതി ഉത്തരവിനെ കുറിച്ചാണ് ഞാൻ ചൂണ്ടി. ആ സുപ്രീം കോടതി ഉത്തരവിനെയാണ് ഗുജറാത്ത് സർക്കാർ തെറ്റായി വ്യാഖ്യാനിക്കുകയും ആ ഗുജറാത്ത് സർക്കാർ 2014 റിവിഷൻ പോളിസി മറച്ചു വെച്ചുകൊണ്ട് പ്രതികളെ സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. അവിടെയാണ് ഈ വിധിയിൽ പറയുന്നത് ഈ ഗുജറാത്ത് സർക്കാർ ചെയ്തത് അഷബ്ഡ് പവർ എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? സർക്കാരിനെതിരെയല്ലേ? മഹാരാഷ്ട്ര സർക്കാർ പ്രയോഗിക്കേണ്ട അധികാരം ഗുജറാത്ത് സർക്കാർ പ്രയോഗിച്ചാൽ അത് സർക്കാരിനെതിരെ. അതായത് അതിലെവിടെയാണ്, അതിൽ ബേസിക് ക്രൈം നടന്നിരിക്കുന്ന എവിടെയാണ്? അത് രാധേശ്യാം ഷായുടെ ഭാഗത്തു നിന്നാണ്. രാധേശ്യാം ഷായാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കൃത്യമായി ഞാൻ പറഞ്ഞു തരാം. അല്ല, രാധേശ്യാം ഷായാണ് മഹാരാഷ്ട്ര സർക്കാരിന് ശിക്ഷാ ഇളവിനായി അപേക്ഷ നൽകുന്നത്. അത് വസ്തുതാപരമായി ശരിയാണല്ലോ. പക്ഷേ ഇക്കാര്യം മറച്ചുവെച്ചത് രാധേശ്യാം ഷായാണ്. സുപ്രീം കോടതിയിൽ ഇക്കാര്യം പറയുന്നില്ല. കോടതി ഉത്തരവിൽ പറയുന്ന കാര്യമാണ്. മറച്ചുവെച്ചു എന്ന് പറഞ്ഞാൽ അതായത് ഒരു കോടതിയിൽ ഒരു പ്രതി സ്വാഭാവികമായ കാര്യങ്ങൾ മറച്ചുവെക്കും. അപ്പോൾ അതിനെ ആരാണ് നേരിടേണ്ടത്? അതാ ഞാൻ ചോദിക്കട്ടെ. രാധേശ്യാം ഷാ ഈ മറച്ചു വെച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് നേടി അതുമായാണ് വരുന്നത്. അപ്പോൾ അവിടെ ഗുജറാത്ത് സർക്കാർ തീരുമാനമെടുക്കുന്നു. ആരാണ്? ഗുജറാത്ത് സർക്കാരല്ലേ ഈ രാധേശ്യാമിന്റെ കള്ളത്തെ പൊളിക്കേണ്ടത്.
അത് ഞാൻ പറഞ്ഞല്ലോ, സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച എന്ന് പറയുന്നത് ഈ രണ്ടാം ഘട്ടത്തിലാണ്. ആദ്യഘട്ടത്തിൽ ഈ ഫ്രോഡ് എന്ന് നേരത്തെ ഉണ്ണി സാർ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ആ ഫ്രോഡ് ഫസ്റ്റ് കമ്മിറ്റ് ചെയ്തത് ആരാണ്? അത് ഇതിലെ പ്രതിയാണ്. അതിനെ നിങ്ങൾ സർക്കാരിന്റേതാണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സർക്കാരാണ്. മനസ്സിലാകാത്തൊരു പോയിന്റ് ഓഫ് ആർഗ്യുമെന്റ് എനിക്ക് നമ്മൾ കോടതി വ്യവഹാരങ്ങളിൽ എങ്ങനെയാണ് സുജയ കൈകാര്യം ചെയ്യുക? എല്ലാ പ്രതിയും വണ്ടിപ്പെരിയാറിലെ പ്രതി അടക്കം, വണ്ടിപ്പെരിയാറിൽ നീതി ഉറപ്പായിട്ടില്ല എന്നത് കൂടി ഞാനൊരു കാര്യം പറയട്ടെ, ഈ വണ്ടിപ്പെരിയാറിലെ പ്രതി അടക്കം, അതുകൊണ്ടാണല്ലോ ഞാൻ ആ കാര്യം പറയുന്നത്, വണ്ടിപ്പെരിയാറിലെ പ്രതി അടക്കം താൻ കുറ്റം ചെയ്തിട്ടില്ല എന്നേ കോടതിയിൽ പറയൂ. അങ്ങനെയാണല്ലോ ഞാൻ എന്റെ ആർഗ്യുമെന്റ് തുടങ്ങിയത് തന്നെ. ഒരു കോടതിക്ക് വിഡ്ഢിത്തമുണ്ടോ? ഒരു കോടതി മണ്ടത്തരമുണ്ടോ? ആരാണ് ആ മറച്ചുവെച്ച ആ കള്ളത്തരത്തെ തുറന്നു കാട്ടേണ്ടത്? സ്റ്റേറ്റ് ആണ്, പ്രോസിക്യൂഷൻ ആണ്, സർക്കാരിന്റെ വീഴ്ചയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ല, ഇന്ന് ആരാണ് സുജയ, ഇന്ന് ആരാണ് ഈ പ്രതികൾക്ക് വേണ്ടി അവിടെ ഹാജരായത്? സർക്കാരിന് വേണ്ടി ഹാജരായത് ആരാണ്? അഡീഷണൽ സോളിസിറ്റർ ജനറൽ. സ്റ്റേറ്റ് അല്ലേ? SV രാജു സ്റ്റേറ്റ് അല്ലേ? ആ അഡീഷണൽ സോളിസിറ്റർ ജനറൽ പറയണ്ടേ 2014 ഒരു പോളിസി ഉണ്ടെന്ന്, പുതിയൊരു പോളിസി ഉണ്ട് എന്ന്? മാത്രമല്ല, ഞാൻ ആദ്യം തന്നെ പറഞ്ഞെന്താ, ഒരു കോടതിയിൽ പോയി ഒരു കുറ്റവാളി സ്വമേധയാ എല്ലാ വസ്തുതകളും ഹാജരാക്കും എന്നാണോ? മാത്രമല്ല, ഇത് ഗുജറാത്ത് ഹൈക്കോടതിക്ക് ബോധ്യമുണ്ടല്ലോ. ഗുജറാത്ത് ഹൈക്കോടതി രാധേശ്യാമിന്റെ കേസ് തള്ളിക്കളയുന്നത് എങ്ങനെയാണ്? അല്ലല്ലോ സാർ, എനിക്ക് ഒറ്റ പോയിന്റേ ഉള്ളൂ. ബാക്കി ബിൽക്കിസ് ബാനുവിന് നീതി കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്ന പരമോന്നത നീതിന്യായ പീഠം എല്ലാ വശങ്ങളും പരിശോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ ആർഗ്യുമെന്റ് പുട്ട് ഫോർത്ത് ചെയ്തത്. അതിൽ എനിക്ക് ഒറ്റ കാര്യത്തിലെ ഡിസ്പ്യൂട്ട് ഉള്ളൂ. അതിൽ കോടതി വിധിയെ അടിസ്ഥാനമാക്കിയെടുത്ത ഒരു തീരുമാനം, ആ തീരുമാനത്തെ നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ അതിൽ സർക്കാർ ഇങ്ങനെയാണ്, സർക്കാർ ഇടപെട്ടത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ സർക്കാരിന്റെ ന്യൂനതയാണ് അല്ലെങ്കിൽ കോടതിയെ കയ്യേറിയെന്നാണല്ലോ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. സുപ്രീം കോടതി കോടതിയെ കുറിച്ചാണല്ലോ പറയുന്നത്. സുപ്രീം കോടതിയിൽ വിധികൾ പ്രതീക്ഷിക്കേണ്ടതില്ല, സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനെയുള്ള വിധികൾ പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. സുജയുടെ ആർഗ്യുമെന്റ് ഇന്ന് BJP ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാത്ത സാഹചര്യത്തിൽ ഞാനൊരു ടെസ്റ്റായിട്ടാണ് കാണുന്നത്. കാര്യം സുജയ പറഞ്ഞത് വളരെ ഒരു കാര്യത്തിൽ കുറച്ചുകൂടി വിശദീകരണം വ്യക്തതയും വരുത്തും എന്നാണ് ഞാൻ കരുതുന്നത്. സുജയ പറഞ്ഞ 3 പോയിന്റ്. നമ്പർ 1, ഇത് സ്റ്റേറ്റിനെതിരെയുള്ള വിധിയല്ല, അതിനെയാണ് നമ്മൾ ഖണ്ഡിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഉണ്ണി ബാലകൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ചത്, ഗുജറാത്ത് സ്റ്റേറ്റിനെതിരെയുമുള്ള വിധിയാണ്. അവിടെ ഒരൊറ്റ വരിയെ പറയത്തുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഈ സുപ്രീം കോടതി പറയുന്നു, ശരിയാണ് സുജയ പറയുന്നു, സുപ്രീം കോടതി പറയുന്നു നിങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ ജയിൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ആപ്ലിക്കേഷൻ വെച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പ്രോസസ്സ് ചെയ്തു എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിനറിയാലോ 2014 ഞങ്ങളിങ്ങനെ ഒരു പോളിസി പാസ്സാക്കിയിട്ടുണ്ടെന്ന്. അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് സുജയ, ഗാങ് റേപ്പ്, മർഡർ എന്നിങ്ങനെയുള്ളത് ഹീനിയസ് ക്രൈംസ് ആണെന്നും ആ ഹീനിയസ് ക്രൈംസിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട എന്നുമാണ് 2014 റെമിഷൻ പോളിസി പറയുന്നത്. അത് പ്രകാരം ആരെയൊക്കെ പുറത്ത് വിടാമെന്നറിയാമോ? 60 വയസ്സിന് മുകളിൽ പ്രായമായ വാർദ്ധക്യ സഹജമായ കാര്യങ്ങളുള്ളവരെ പുറത്തേക്ക് വിടാം, ഇളവ് കൊടുക്കാം. സീരിയസ്ലിയിൽ വളരെ ഗുരുതരമായ രോഗങ്ങളുള്ളവരെ പുറത്തേക്ക് വിടാം. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള വിമൻ ആൻഡ് ട്രാൻസ്ജെൻഡേഴ്സ് ഇവർക്കും ഇളവ് കൊടുക്കാം. ഇതേ കൊടുക്കാൻ കഴിയുള്ളൂ. ആ പോളിസി പാസ്സാക്കിയ സർക്കാർ, ഈ പറയുന്ന 2014 പോളിസി പാസ്സാക്കിയ സർക്കാർക്ക് ഉത്തമ ബോധ്യമുണ്ട് ആ പോളിസി ഞങ്ങളുടെ പോളിസിയാണെന്ന്. അപ്പോൾ 2022 ഈ വിധിയുടെ ഭാഗമായിട്ട് ഇത് നടപ്പാക്കുന്നതേ. അപ്പൊ അത് കണ്ണടയ്ക്കുന്നു എന്ന് പറയും. അതാണ് ഒരു കാര്യം കൂടി ചെയ്യാം. ആ പാനൽ, ഒരു നിമിഷം നികേഷ് കുമാർ, ആ പാനൽ ഉൾപ്പെട്ട ഒരു MLA പേര് ഞാൻ പറയാം, CK റൗൾജി. ആരാണ് CK റൗൾജി? ഇവർ ജയിലിൽ നിന്ന് പുറത്തിറക്കിയപ്പോ ബ്രാഹ്മണർ ഗുഡ് സംസ്കാർ ഉള്ളവരാണ്, നല്ല സംസ്കാരമുള്ളവരായതുകൊണ്ട് അതിപ്പോൾ ഏത് പാർട്ടിയിലായാലും, അത് ഏത് പാർട്ടിയിൽ, BJP ആയാലും CPIM ആയാലും, ഇവിടെ പറയാനും എനിക്ക് മടിയില്ല, എനിക്ക് മടിയില്ല. കേരളത്തിൽ നടക്കുന്ന ക്രൈം റേറ്റ് ഏതൊക്കെ സ്ഥലങ്ങളിലുണ്ട് എന്നത് കൂടി പരിശോധിച്ച് വണ്ടിപ്പെരിയാറിലും പ്രതിയുടെ പാർട്ടി ബന്ധം പറയാൻ എനിക്ക് മടിയില്ല. എനിക്ക് മടിയില്ല. ഗുജറാത്ത് കലാപകാലത്തെ അല്ല സ്മൃതി പരുത്തിക്കാട് അങ്ങനെ ഏകപക്ഷീയമായി ചർച്ചയെ കൊണ്ടുപോകുന്ന കാലം കഴിഞ്ഞു. വണ്ടിപ്പെരിയാറിൽ നീതി ഉറപ്പാക്കണം എന്ന് പറയുമ്പോൾ അവിടെയുള്ള പാർട്ടി ബന്ധത്തെ കുറിച്ച്
പറയുന്നുണ്ട്. ഇങ്ങനെ പറയാൻ ഒരു ആണ്. BJP പ്രതിനിധി പോലും ഇന്ന് വന്നില്ലല്ലോ. ആ BJP പ്രതിനിധിക്ക് പോലും പറയാൻ കഴിയാത്തതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷയാണ്. കാര്യം അത് മനസാക്ഷിക്ക് പോലും നിരക്കാത്തതാണ്. നമുക്കതെങ്ങനെയാണ് സമീകരിക്കാൻ കഴിയുക? ബിൽക്കിസ് ബാനുവിന്റെ റേപ്പ് കേസ് സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും ക്രൂരമായ റേപ്പ് കേസുകളിൽ ഡോക്ടർ അരുൺ, ആ റേപ്പ് കേസിനെ ഞാൻ ന്യായീകരിച്ചു എന്ന വാദം ഉയർത്താൻ സ്മൃതി പരുത്തിക്കാടും ഡോക്ടർ അരുൺകുമാറും ശ്രമിക്കുന്നത് ഞാൻ ഞാൻ കണ്ടു. പറഞ്ഞത് സർക്കാർ ഇതിലൊരു പങ്കുമില്ല എന്ന് പറയുന്നിടത്താണ് സർക്കാർ ഞാൻ സുജിയോട് CK ചോദിക്കുന്നത്. റൗളി ഞാൻ ആണ് പറഞ്ഞത് പേര്. പങ്കുണ്ട്, ഞാൻ പറഞ്ഞത് സർക്കാർ പൂർണ്ണമായും സർക്കാർ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ വാചകങ്ങൾ സർക്കാർ പറഞ്ഞുവിട്ട അല്ല ആളുകളാണ് അല്ല നിങ്ങൾ വളച്ചൊടിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാനത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ട് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞ വാചകം ഞാൻ വായിക്കാം. അങ്ങനെ വളച്ചൊടിക്കുന്നതിന് ഇരുന്ന് തരാൻ എന്നെ കിട്ടില്ല ഇനി. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ വാചകം എന്താണെന്ന് ഞാൻ പറയാം. ശിക്ഷാ ഇളവ് നൽകി ഗുജറാത്ത് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഗുജറാത്ത് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് നിയമപ്രകാരം അല്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. 432 വകുപ്പിന്റെ 7ാം ഉപവകുപ്പ് പ്രകാരം വിചാരണ നടന്ന മഹാരാഷ്ട്രയിലെ സർക്കാരാണ് തീരുമാനം എടുക്കേണ്ടത്. അവിടെ തെറ്റ് സംഭവിച്ചു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എന്താണ് point എന്താണ്? അല്ലാതെ വ്യാഖ്യാനിക്കാൻ എന്താണ് ശ്രമിക്കുന്നത് argument? നിങ്ങൾക്ക് മാത്രമേ അതല്ലേ ഉള്ളൂ. നോക്കൂ സുജയ, അതല്ലേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആദേശം മാത്രമാണ്. അതല്ലേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ ഇത് സുജയ ആദ്യമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ. ഞാൻ ബിൽക്കിസ് ബാനു ഗുജറാത്ത് സർക്കാരിന്റെ ഒത്താശയോടുകൂടിയാണ് ഈ കേസിൽ ബിൽക്കിസ് ബാനുവിന്റെ കേസിൽ നീതി നിഷേധിക്കപ്പെട്ടത് അല്ല എന്നാണ് ഡോക്ടർ അരുൺ, താങ്കളും ഇവിടെ ആർഗ്യുമെന്റിലേക്ക് ഒരേ എത്തത്തേ ഒരു ഉള്ളൂ. സ്ത്രീപക്ഷവാദിയേ ഉള്ളൂ എന്ന് സ്ഥാപിക്കാനുള്ള നീക്കം അത് നടക്കില്ല. ഞാൻ പറഞ്ഞത് ബിൽക്കിസ് ബാനുവിന് അനുകൂലമായി തന്നെയാണ്. ഒരു മിനിറ്റ്. വിധിന്യായത്തിൽ ആക്ടഡ് ഇൻ കോംപ്ലിസിറ്റി വിത്ത് ദ കൺവിക്സ് എന്ന് കൃത്യമായി പറയുകയും ഇറ്റ് വാസ് ദിസ് ആപ്രിഹെൻഷൻ വിച്ച് ലെറ്റ് ദിസ് കോർട്ട് ടു ട്രാൻസ്ഫർ ദ കേസ് ടു പിന്നെ മഹാരാഷ്ട്ര എന്ന് പറയുന്ന സ്ഥിതിക്ക് ഇനി അതിൻ്റെ മുകളിലൊരു ചർച്ച ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ഈ കോടതിയെ നമുക്ക് പൂർണ്ണമായും ആശ്രയിക്കാറായോ എന്നുള്ളതാണ്. ഞാനിപ്പോഴും ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഒരു പൗരനുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായും എടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്, കോടതി യഥാർത്ഥത്തിൽ ശരിയായ വിധിന്യായം പുറപ്പെടുവിക്കുന്നില്ല. വളരെ സുപ്രധാനമായ കേസുകളിൽ ഇപ്പോഴും തെറ്റായ വിധിന്യായമാണ് പുറപ്പെടുവിക്കുന്നത്. 370-ൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ കാണുന്നു. അതുപോലെ തന്നെ അയോധ്യയുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെ കാണുന്നു. ഹിൻഡൻബർഗിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ കാണുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ചിതറിക്കിട്ടുന്ന ന്യായവിധികളിൽ ഒന്നായി മാത്രമേ ഇതിനെ ഞാൻ കാണുന്നുള്ളൂ. അതല്ലാതെ ഇത് നിങ്ങൾക്ക് അംഗീകരിക്കാമെങ്കിൽ 370 അംഗീകരിച്ചൂടെ? ഇല്ല, 370 എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുപോലെ അയോധ്യ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല, ഹിൻഡൻബർഗ് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതിനൊക്കെ കൃത്യമായ ന്യായ കാരണങ്ങൾ നമ്മൾ ഓരോ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അപ്പോൾ മുൻകാലങ്ങളിൽ ഒറ്റപ്പെട്ട വിധികളിലാണ് മതാധിഷ്ഠിത സ്വഭാവം ഉണ്ടാകുന്നതെങ്കിൽ ഇപ്പോൾ ഒരു പൊതുരൂപമായി അത് വരുന്നു എന്നുള്ള ആശങ്ക ഒരു പൗരൻ എന്നുള്ള നിലയിലുണ്ട്. അതുകൊണ്ട് BV നാഗരത്ന എന്ന് പറയുന്ന ജഡ്ജിയുടെ ഭാഗത്ത് വന്നിട്ടുള്ള ഈ വിധി, ആ വിധി നമുക്ക് ആ വിധി കൊണ്ട് സ്വീകാര്യമാണ് എന്ന് മാത്രമേ ഉള്ളൂ. അത് ഏത് ബെഞ്ചിലേക്ക് ചിതറി വീണ വെളിച്ചം അല്ലേ? ചിതറി വീഴുന്ന വെളിച്ചം എന്ന നിലയിൽ മാത്രമേ ആ കാണൂ. ബെഞ്ചിലെ ജഡ്ജ് ആരാണെന്നുള്ള പ്രധാനമാണ്. അത് ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ മാസത്തിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് വന്ന വിധികളുണ്ട്. അത് നമുക്ക് ഒട്ടും പ്രതീക്ഷ നൽകുന്നതല്ല. നരോദാഗാം കൂട്ടക്കൊലക്കേസിൽ 11 പ്രതികളെയും തെളിവില്ല എന്ന് കണ്ട് വെറുതെ വിട്ടു. കലോൾ കൂട്ടക്കൊലക്കേസിൽ 35 പ്രതികളെ വെറുതെ വിട്ടു എന്ന് മാത്രമല്ല, വ്യാജ മതേതരവാദികളായ മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയക്കാരുമാണ് കലാപം ആസൂത്രിതമെന്ന് പ്രചരിപ്പിക്കുന്നതെന്ന് കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയ്ക്കാണ് ഈ വിധി വരുന്നത്. ഈ ജഡ്ജി ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ജഡ്ജിയാണ്. അല്ല, നമുക്ക് ഒരു ജഡ്ജിനെ മാത്രമല്ല, ചില നമുക്ക് മതങ്ങളെ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്ന വ്യാജ മതേതരവാദികൾ ഉണ്ടെന്നേ. നമുക്കിവിടെ രാജ്യം കേൾക്കുന്നുണ്ട്, നാട് കേൾക്കുന്നുണ്ട് എന്നുള്ള സുജയം ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. നമുക്ക് വ്യത്യസ്തമായ വീക്ഷണങ്ങൾ പറയാം. നമ്മൾ വർഗീയ നിലപാടെടുക്കരുത്. അതാണ് ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം. അല്ല സർ, മതേതരം എന്ന് പറഞ്ഞുകൊണ്ട് സെലക്റ്റീവായ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ മതേതരം എന്ന് പറയുന്ന ഒരിക്കലും സെലക്റ്റീവായ അഭിപ്രായമല്ല. അത് വർഗീയതക്കെതിരാണ്. ഞാനിപ്പോൾ വർത്തമാനത്തിലില്ല, ചർച്ചയ്ക്കില്ല. ഞാൻ എൻ്റെ പോയിന്റ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. നോക്കൂ, ഗോദ്ര ജയിലിന് മുമ്പിൽ ഈ പ്രതികൾക്ക് സ്വീകരണം നൽകിയപ്പോൾ, അവരുടെ കാൽ തൊട്ട് വണങ്ങിയപ്പോൾ, അവർക്ക് ഹാരമണിയിച്ചപ്പോൾ, അവർക്ക് ലഡു വിതരണം ചെയ്തപ്പോൾ ലജ്ജിച്ചത് ഇന്ത്യയാണ്, മതേതര ഇന്ത്യയാണ്. അപ്പോൾ ആ മതേതര ഇന്ത്യയെ ഒരു പരിധിവരെ BV നാഗരത്നത്തിൻ്റെ ജഡ്ജ്മെൻറ്റിൽ ആശ്വാസം കൊള്ളുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പരമോന്നത നീതിപീഠം ഒരു വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിധിയെ ചോദ്യം ചെയ്തുകൂടാ എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ അതിപുരാതനവും യാഥാസ്ഥിതികവുമായ ഒരു കാഴ്ചപ്പാടാണ്. ഒന്നാമത് ജനാധിപത്യത്തിനകത്ത് അങ്ങനെ ഇല്ല. അങ്ങനെയാണ് പിന്നെ എല്ലാ കാര്യങ്ങളും അങ്ങ് പിന്നെ കോടതിയെ ഏൽപ്പിച്ചിട്ട് നമുക്കൊക്കെ അങ്ങ് ഇരുന്നാൽ മതിയല്ലോ. അങ്ങനല്ല, അത് നമ്മൾക്ക് ആകെപ്പാടെ ഒറ്റ കാര്യമുള്ളൂ. അല്ലല്ല, അങ്ങനെയല്ല. ഇപ്പോൾ സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിധി അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷേ ആ വിധിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനും ആ വിധി ശരിയാണോ എന്നോ തെറ്റാണോ എന്നോ നിലപാടെടുക്കാനും നമുക്ക് പൗരൻ എന്നതിലേക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തെറ്റുപറ്റി, അതെ, അങ്ങനെ തന്നെ പറയുന്നുണ്ട്, അങ്ങനെ തന്നെ പറയുമല്ലോ. മാത്രമല്ല, പിന്നെ ഫാദർ ഫ്രാങ്ക്ലിൻ
അല്ലേ നമ്മുടെ ബിഷപ്പ് ഫ്രാങ്കോയുടെ കേസ് വിധിച്ചു കഴിഞ്ഞാൽ ദിവസം ചർച്ച ചെയ്തപ്പോൾ എന്താ നമ്മൾ എടുത്തത്? എന്താ നിലപാടെടുത്തത്? അയാൾക്ക് അവിടെ തുടരാൻ അർഹതയില്ലെന്നാണ് നിലപാടെടുത്തത്. ആ ജഡ്ജിക്ക് അവിടെ തുടരാൻ അർഹതയില്ല എന്നാണ് നിലപാടെടുത്തത്. അങ്ങനെ നമ്മൾ വിമർശിക്കുമെന്നേ. ഞാൻ പറയുന്നത് നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു എസ്റ്റേറ്റ് മാത്രമാണ് ഈ പറയുന്ന ജുഡീഷ്യറി എന്ന് പറയുന്നത്. ജുഡീഷ്യറി അവസാന വാക്കുമല്ല ഒരു സൊസൈറ്റിയിൽ. ഇനി ജുഡീഷ്യറി ഏതെങ്കിലും തരത്തിലുള്ള അവസാന വാക്കുകൾ പ്രഖ്യാപിച്ചപ്പം സഭ കൂടി നമ്മൾ നിയമങ്ങൾ പാസ്സാക്കിയിട്ടില്ലേ? അതിന് ഓവർടേക്ക് ചെയ്തിട്ടില്ലേ? ഈ സർക്കാർ ചെയ്തിട്ടില്ലേ? നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടില്ലേ? അപ്പോൾ കാര്യത്തിൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനിൽ എവിടെയാണോ ചീഫ് ജസ്റ്റിസ്? നോ റോൾ. ഒരു ജുഡീഷ്യറിക്ക് ഒരു റോളും ഇല്ല. ജുഡീഷ്യറി ഒരു സൊസൈറ്റിയിൽ അവസാന വാക്കൊന്നുമല്ല. പക്ഷേ പല ആളുകൾ പല കാഴ്ചപ്പാടുകൾ ഓടുകൂടി ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു അന്തിമ വാക്ക് പറയാൻ ഒരു സംവിധാനം ഉണ്ടാകണം. ആ സംവിധാനം അന്തിമ വാക്ക് പറഞ്ഞാൽ അത് അനുസരിക്കാൻ ഒരു പൗരസമൂഹത്തിന് ബാധ്യതയുണ്ട്. അത്രയേ ഉള്ളൂ. ഇപ്പൊ അയോധ്യയുടെ കേസിൽ അനുസരിക്കുകയല്ലേ ചെയ്തു? അല്ലല്ല, ആ വിധിയെ അംഗീകരിക്കില്ല. സംസാരിച്ചുകൊണ്ടിരിക്കും, മുഴുവൻ സമയവും സംസാരിച്ചു, എല്ലാ അവസരങ്ങളിലും അയോധ്യ വിധി എവിടെയാ നടപ്പാക്കിയേ? അയോധ്യയിലെ വിധിയുടെ ഒരു ഭാഗമായിട്ടുള്ള രാമക്ഷേത്രം വലിയ ആഘോഷത്തോടു കൂടി പണിതിട്ടുണ്ട്. മറ്റേ പള്ളി പണിയാൻ പോകുന്നു. എത്തിയിട്ടില്ല. ഇവിടെ സുജയ, ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടത്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ജനാധിപത്യത്തിൽ ആരും വലിയ പരിശുദ്ധരൊന്നുമല്ല. പരിശുദ്ധരില്ലാത്തത് കൊണ്ടാണല്ലോ നമ്മൾ അതിനെ ജനാധിപത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരും വിമർശനത്തിന് അതീതവുമല്ല. എന്തുകൊണ്ടാണ് സുപ്രീം കോടതി വിധി നമ്മൾ അനുസരിക്കുന്നത്? അത് ലോ ഓഫ് ലാൻഡ് ആയതുകൊണ്ടാണ്. അതാണ് ആ ലോ ഓഫ് ലാൻഡായി മാറുന്നത് സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ആണ്. ആ ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യ മുഴുവൻ, ഇപ്പൊ സുപ്രീം കോടതിയുടെ വിധിയാണെങ്കിൽ ഇന്ത്യ മുഴുവൻ ബാധകമാണ്. ഒരു ലോ ആണ്. ആ ലോയെ നമുക്ക് അനുസരിക്കണം. പക്ഷേ അല്ലെങ്കിൽ ഞാൻ എത്രയോ ലോകളെ അംഗീകരിക്കാത്തപ്പോഴും അനുസരിക്കുന്നുണ്ട്. ബിക്കോസ് ഞാനൊരു ഇല്ലീഗലായ ഒരു പ്രവൃത്തി ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ ലോയെ ഞാൻ എതിർക്കുന്നു. ആ ലോയെ എതിർക്കാനുള്ള അവകാശം, സുപ്രീം കോടതി വിധിയെ എതിർക്കാനുള്ള അവകാശവും നമുക്കുണ്ട്. പക്ഷെ അനുസരിക്കേണ്ടി വരും ആസ് എ ലോ ഓഫ് ലാൻഡ്. ഇന്ത്യയിലെ ജനത ഇങ്ങനെ പറയാം. ഞാൻ ഇത് കഴിഞ്ഞാൽ ഞാൻ ഒരു വാക്കുപോലും പറയില്ല. ഇന്ത്യയിലെ ജനത ബിൽക്കിസ് ബാനുവിൻ്റെ റേപ്പിസ്റ്റുകളുടെ കാല് തൊട്ടു വണങ്ങുന്നവരാണ് ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം ബിൽക്കിസ് ബാനുവിൻ്റെ കാൽ തൊട്ട് വണങ്ങുന്നവരാണ്. ഞാൻ അതിൽപ്പെടുന്നു. അങ്ങനൊരു സമൂഹത്തെ സൃഷ്ടിച്ചെടുത്തു എന്നതാണ് ഇതുവരെ നമ്മൾ കണ്ടതിൽ വെച്ച്, സ്വതന്ത്ര ഭാരതം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ രാഷ്ട്രീയ പ്രവർത്തനം. അങ്ങനൊരു സമൂഹത്തെ സൃഷ്ടിച്ചെടുത്തു. സ്വന്തം അയൽപക്കത്ത് കുഞ്ഞിന് വളയിട്ട്, കുഞ്ഞിനെ ചികിത്സിച്ച്, കുഞ്ഞിനെ കയ്യിലെടുത്ത് നടന്നിരുന്നവർ പോലും ഒരു അർദ്ധരാത്രിയിൽ ഒരു വർഗീയ കലാപകാലത്ത് ആ കുഞ്ഞിനെ റേപ്പ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറ്റുന്ന തരത്തിൽ ഒരു പൗരസമൂഹത്തെ മാറ്റിയെടുത്തു, ട്രാൻസ്ഫോം ചെയ്തെടുത്തു. അതാണ് സ്വതന്ത്ര രാഷ്ട്രീയത്തിലെ ഏറ്റവും ഭീകരമായ രാഷ്ട്രീയ പ്രവർത്തനം എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നു. ഒടുവിൽ നീതിയോ എന്നതായിരുന്നു ചോദ്യം. യെസ് എന്ന് 5, നോ എന്ന് 0. Meet the editors.